Good afternoon. Good afternoon, madam. Good afternoon. Good afternoon, ma'am. Good afternoon all. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? നമ്മൾ എവിടെ വരെ ഡിസ്കസ് ചെയ്തു? ഓർമ്മയുണ്ടോ എവിടെ വരെ ഡിസ്കസ് ചെയ്തു എന്ന്? ഓർമ്മയില്ല? ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി വരെയാണ് ഡിസ്കസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണോ? ഓക്കെ, ജോബ് സമ്മറി ഓഫ് ആൻ OPD എടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ OPD എക്സിക്യൂട്ടീവ്സ് നമ്മള് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ്സിന്റെ ജോബ് സമ്മറി, അദ്ദേഹം എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ്, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് റോൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് പറഞ്ഞത്? ജോബ് സമ്മറി ഓഫ് ആൻ OPD ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. OPD ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ, സോറി മിസ്റ്റേക്ക്. നമ്മള് അപ്പൊ എന്താണ് ജോബ് സമ്മറി ഓഫ് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവിന്റെ എന്തൊക്കെയാണ് അദ്ദേഹം വഹിക്കുന്ന ജോബ്, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിലാണ്? സൂപ്പർവൈസിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? OPD എക്സിക്യൂട്ടീവ് ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ റോള്? സൂപ്പർവൈസിംഗ് the operations of the outpatient department. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന റോള് ആർക്കുണ്ട്? OPD എക്സിക്യൂട്ടീവിനുണ്ട്. പേജ് നമ്പർ എനിക്ക് അറിഞ്ഞൂടാടാ. ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കോ? ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്? OPD എക്സിക്യൂട്ടീവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് സൂപ്പർവൈസിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം സൂപ്പർവൈസ് ചെയ്യുക. ദ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്, ഇനി എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി നോക്കാം. മാനേജിങ് ദ ഔട്ട് പേഷ്യന്റ് സ്റ്റാഫ്. നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്, കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടല്ലോ നമ്മള് പേഷ്യൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ചെയ്യുക. കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, OPD മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് നല്ലൊരു കോർഡിനേഷനോട് കൂടി കോപ്പറേഷനോട് കൂടി മുന്നോട്ട് പോകാം. എൻഷുർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതുവഴി നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട്. മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, നമ്മുടെ OPD ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ, ചെലവ് വരവ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക. ഓക്കെ, ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് റിലേറ്റ് ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ensuring the smooth functioning of the OPD area. നമ്മൾ ഔട്ട് പേഷ്യന്റ് ഏരിയയില കൂടുതലായിട്ട് എന്താ പറയാ, സ്മൂത്ത് റണ്ണിങ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്മൂത്ത് ഫങ്ഷനിങ് നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. സൂപ്പർവൈസിങ്
appointments, scheduling for different consultants. അതേപോലെ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഡിഫറെന്റ് കൺസൾട്ടൻസിനെ വെച്ചിട്ട് സൂപ്പർവൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഞാൻ പറയാം, ഇപ്പൊ ഞാൻ അപ്പോയിന്റ് ചെയ്തത് ഇന്ന ഡോക്ടറിന് വേണ്ടിയിട്ട്, ഫിസിഷ്യൻ ഇന്നൊരു ഡോക്ടർ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇങ്ങനെയാണ്, ഇന്ന ഡോക്ടർ ഇന്നില്ല, നെക്സ്റ്റ് ഡേ ആണ് അദ്ദേഹം ഉള്ളത്, ഇന്ന ഫിസിഷ്യൻ ഉണ്ട്, എനിക്ക് ഇന്നത്തേക്ക് ഞാൻ ആ ഫിസിഷ്യൻ അപ്പോയിന്റ്മെന്റ് എടുക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചെക്കിംഗ് ദി ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ, നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറുടെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്, ഫീഡ്ബാക്ക് ഫോംസുകൾ ഗ്യാദർ ചെയ്യുക, അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക, അത് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക, ഈ റിപ്പോർട്ടുകൾ മാനേജറിനോട് സബ്മിറ്റ് ചെയ്യുക. ഗ്രീറ്റിംഗ് ദ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ആയിരിക്കും നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം എന്നൊക്കെ പറയാറില്ലേ, ഗ്രീറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഗ്രീറ്റിംഗ്സ് കിട്ടുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും ആ ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു, സോറി ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത്. ഗ്രീറ്റിംഗ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പേഷ്യൻസിന് നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവർക്കും ഒരു ഫീൽ ഉണ്ടാവും, ഒരു ഹാപ്പിനെസ് വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ഗ്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഡയറക്റ്റിംഗ് ദം ടു അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്, അപ്പൊ അവർ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അവരെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതിയതായിട്ടൊരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുക. ടേക്കിംഗ് പ്രാക്ടീസ് ഇൻ മീറ്റിംഗ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുർ compliance with the health and safety procedures. നമ്മൾ മീറ്റിംഗില് കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക, ട്രെയിനിങ് കോഴ്സുകൾ പങ്കെടുക്കുക, അതേപോലെ ഹെൽത്ത് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. Furthermore, the OPD executive is accountable for checking that everything in OPD area is in its correct place. ഇനി അടുത്തൊരു കാര്യമാണ് പറയുന്നത്, OPD എക്സിക്യൂട്ടീവിന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ത്, OPD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ തിങ്സും എല്ലാം കറക്റ്റ് പ്ലേസിൽ തന്നെയാണ് ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ആൻഡ് എൻഷുർ ദാറ്റ് there are no item left over by previous shift റിസപ്ഷനിസ്റ്റ്. അപ്പൊ നേരത്തെ ഇരുന്ന റിസപ്ഷനിസ്റ്റിന്റെ അടുത്തുനിന്ന് മറ്റ് ഐറ്റംസ് ഒന്നും ഇവിടെ വച്ചിട്ടില്ല, അവരുടെ ഒന്നും റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചിലപ്പോൾ ബാഗോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്, OPD ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിനുണ്ട്. The direct patient to the payment counter to make their case paper, ensuring a smooth and efficient process. നമ്മൾ ആ പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൗണ്ടറിലേക്ക് എത്തിക്കാം, അവരുടെ മെഡിസിൻ പേപ്പേഴ്സ് കേസ് പേപ്പേഴ്സ് ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. Overall, OPD executive is necessary for ensuring that the OPD department runs effectively. ഇനി നമ്മൾ OPD എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എഫക്റ്റീവ്ലി ആണ് റൺ ചെയ്യുന്നത്. പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി കെയർ ടു ദ പേഷ്യന്റ്, നല്ല ക്വാളിറ്റി കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. by also managing cost and maintaining regularity of compliance. നമ്മള് കോസ്റ്റ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക, കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. ഇനി കംപ്ലൈൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പരിഹരിക്കാനായിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞത് ജോബ് സമ്മറി ഓഫ് ആൻ OPD എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. OPD എക്സിക്യൂട്ടീവിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് സൂപ്പർവൈസ് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓപ്പറേഷൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ആണ് കേട്ടോ. വർക്കിംഗ് എല്ലാം കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് സൂപ്പർവൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ OPD ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനായിട്ട് വരും. അവിടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യണം, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, OPD ഡിപ്പാർട്ട്മെന്റ് വേറെ ബഡ്ജറ്റുകൾ മാനേജ് ചെയ്യണം. ഇനി പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക.
സ്മൂത്ത് ഫങ്ഷനിങ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഒപേരി ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അത് എൻഷുർ ചെയ്യുക, സ്മൂത്ത് ഫങ്ഷനിങ് എൻഷുർ ചെയ്യുക. പിന്നെ നമ്മുടെ എന്താ പറയാ, അപ്പോയിന്റ്മെന്റ്സ് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. ഇപ്പൊ ഫിസിഷ്യനെ കാണാൻ വന്ന ഒരാള് ഇന്ന ഫിസിഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന പർട്ടിക്കുലർ പേര് നെയിം പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഇല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത് ഇന്ന ഫിസിഷ്യനാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എന്താ പറഞ്ഞത്, ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഉറപ്പുവരുത്തുക, ഫീഡ്ബാക്ക് ഫോം കളക്ട് ചെയ്യുക, അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, ഓർ ഡീൽ ചെയ്യുക. ഇനി അത് മാനേജേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക, വിസിറ്റേഴ്സിനെ പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക. അവർക്ക് വേണ്ട ഡയറക്ഷൻസ് ഏത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് കാണേണ്ടതെന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുക. പുതിയ രജിസ്ട്രേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇത് കൂടാതെ തന്നെ മീറ്റിംഗ്സ്, ട്രെയിനിങ് കോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. OPD എക്സിക്യൂട്ടീവ് ആണ്, OPD ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ OPD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ പ്രീവിയസ് റിസപ്ഷനിസ്റ്റിന്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മളെ ക്യാബിനിൽ എടുത്തോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം മാർക്കിന്റെ OPD എക്സിക്യൂട്ടീവിന് ഉണ്ട്. ഇനി പേഷ്യൻസിന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. അതേപോലെ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ OPD എക്സിക്യൂട്ടീവ്സ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി കെയർ നമുക്ക് പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും കംപ്ലൈൻസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് OPD എക്സിക്യൂട്ടീവ്സിന്റെ ജോബ് സമ്മറി ഓർ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. റീഡ് ചെയ്ത് നോക്കിയാ ക്ലിയർ ആണോ? Then നമ്മൾ മൂവ് ഓൺ ആകുന്നത് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ജോബ്സ് പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പേഷ്യന്റ് കൗൺസിലറിന് പറയുന്ന മറ്റു രണ്ട് പേരുകളുണ്ട്. എന്തൊക്കെയാണ്?
പേഷ്യന്റ് അഡ്വക്കേറ്റ് ആൻഡ് പേഷ്യന്റ് റൈറ്റ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നേരെ റെസ്പോൺസിബിലിറ്റി ചോദിച്ചിട്ട് ഈ പേരുകൾ ചോദിക്കാം. പേഷ്യന്റ് കൗൺസിലർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, അങ്ങനെയൊക്കെ ചോദിച്ചോടെ. അപ്പൊ ആ പേരുകൾ നന്നായിട്ട് പഠിക്കാം. ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who work clearly with the patient and their family to extend emotional support, education and advocacy. നമുക്കറിയാം പേഷ്യന്റ് പെട്ടെന്ന് ഒരു അസുഖം വരാണ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിനും അസുഖത്തെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതേപോലെ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനും എന്തായിരിക്കും ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻസിന് ഈ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഷ്യൻസിന് അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ടും പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനും ഫുള്ളായിട്ട് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, എന്താണ് അസുഖം, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പേഷ്യന്റിന്റെ അസുഖത്തെ കുറിച്ചിട്ട് എന്ത് കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക. അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായിരിക്കും. ഇപ്പൊ നമ്മൾ ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പേഷ്യൻസിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അവരുടെ ഫാമിലിക്ക് വേണ്ട വരുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ എന്തായാലും ഫേസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അത് ഒരു പേടിയായിരിക്കും മിക്കവാറും. അപ്പൊ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം, പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പോ ഇത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. പേഷ്യൻസിനെയും പേഷ്യന്റ് ഫാമിലീസിനെയും എന്ത് കൊടുക്കുക, അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും എഡ്യൂക്കേഷൻസും അസുഖത്തെ കുറിച്ച് ഡീറ്റെയിൽസ് പറയാം, അഡ്വക്കേറ്റ്സ് ഉപദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ ഉത്തരവാദിത്തം, പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്തം. The job description of a patient counselor normally include the following responsibilities. അപ്പൊ താഴെ പറയുന്നതാണ് പേഷ്യന്റ് കൗൺസിലേഴ്സിന്റെ നോർമലി ഉള്ള എന്താ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക പേഷ്യൻസിന് ഇമോഷണൽ സപ്പോർട്ട്. കാരണം നമ്മൾ ആ ഒരു അസുഖമാണ് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ, നമ്മൾ കേൾക്കാൻ ഒരാള് പേഷ്യൻസിന് കൊടുക്കേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട്. അതേപോലെ തന്നെ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് പേഷ്യന്റ് മാത്രമായിട്ട് സഫർ ചെയ്യണേ, അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടി ആ ഒരു അസുഖത്തിന്റെ സഫറിങ്സും കാര്യങ്ങളെല്ലാവരും അനുഭവിക്കാറുണ്ട്. അപ്പൊ അവർ രണ്ടുപേരെ പേഷ്യൻസിനെയും ഫാമിലിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വെറീസ് ഉണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെയാണ് അസുഖം, അതിന്റെ ഡീറ്റെയിൽസ്, അതേപോലെ എത്ര രൂപ വരും ചെലവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. Patient counselor is accountable for providing emotional support to the patient. നമ്മുടെ പേഷ്യൻസിന് ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്, പേഷ്യന്റ് കൗൺസിലർക്കാണ്. പേഷ്യന്റ് മാത്രമാണ് അല്ല, ആൻഡ് ദർ ഫാമിലി, ഹിയറിംഗ് ദർ കൺസേൺ ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീലിംഗ് വിത്ത് ദർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. നമ്മള് അവരുടെ ഫാമിലീസിനെ എന്ത് ചെയ്യുക, ഇമോഷണലി സപ്പോർട്ട് കൊടുക്കുക. ഫാമിലീസിനും പേഷ്യന്റിനും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ കൺസേൺസ് ഹിയർ ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ ഡയഗ്നോസിന്റെയോ ഇൽനെസിന്റെ ഒക്കെ കാര്യങ്ങളിൽ ഡീൽ ചെയ്യാനുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു അസുഖത്തെ ട്രീറ്റ്മെന്റ് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, കോൺഫിഡൻസ് കിട്ടുന്നവരെ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് ഒക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, പേഷ്യന്റ് കൗൺസിലേഴ്സിനാണ്. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. നമ്മൾ പേഷ്യൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്നതാണ് അസുഖം, ഇങ്ങനെ ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ള ഒരു ഓപ്ഷൻ, ഇതിന് ഇന്നത്തെ സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പേഷ്യന്റിനോടും പറയണം, ഫാമിലിനോടും പറയണം. The patient counselor is accountable for educating the patient and their family about their diagnosis. അവർക്ക് എന്താണ് ഡയഗ്നോസിസ് ചെയ്തിരിക്കുന്ന അസുഖം എന്നുള്ളതും, ട്രീറ്റ്മെന്റ് ഒപ്പീനിയൻ, അവർക്ക് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, പിന്നെന്താണ്, പിന്നെ അതർ സൈഡ് ഓഫ് ദർ കെയർ, അവർക്ക് എങ്ങനെ നമുക്ക് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞു കൊടുക്കുന്നത്, എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റ് കൗൺസിലർ എന്ത് ചെയ്യണം, പേഷ്യന്റിനും ഫാമിലിക്കും വേണ്ട എഡ്യൂക്കേഷൻസ്, ഇവിടെ അസുഖത്തെ കുറിച്ചിട്ട്, ഡയഗ്നോസിസിനെ കുറിച്ചിട്ട്, അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്തെല്ലാം സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അഡ്വക്കേറ്റ് ഫോർ ദ പേഷ്യന്റ്, പേഷ്യന്റിന് ഉപദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. The patient counselor is accountable for advocating for the patients and their families. അവരുടെ ഫാമിലീസിനും അതേപോലെ തന്നെ പേഷ്യൻസിനും കുറച്ച് കാര്യങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്.
helping them navigating the healthcare system. Healthcare system കുറിച്ചുള്ള കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യുക. Make sure that their needs are met. അപ്പൊ അവരുടെ needs എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. Providing resources. Okay. Patient counselor is accountable for providing patient and family and their families with resources and information about support ഗ്രൂപ്പുകൾ. നമ്മള് എല്ലാവരും എന്താ പറയാ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയൂലേ, ഒരു അസുഖം വന്നാൽ മതി. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഫാമിലിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെടുക്കണം പറയാറ്, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ അസുഖത്തിനെ ഫേസ് ചെയ്യാനായിട്ട് വരും. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. ഇനി അങ്ങനെ നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, സന്നദ്ധ പ്രവർത്തകര്. അപ്പൊ അവരിൽ നിന്നൊക്കെ സഹായങ്ങൾ സ്വീകരിക്കുക, അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അതിനുവേണ്ട സർവീസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഉത്തരവാദിത്തം ആർക്കാണ്? പേഷ്യന്റ് കൗൺസിലർക്കാണ്. നമ്മളൊരു പേഷ്യന്റിനെ കാണാണ്, അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, പക്ഷെ ആ പേഷ്യന്റ് കയ്യിൽ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഫണ്ട് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഫർമേഷൻ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും. ഇങ്ങനെ ഒരു പേഷ്യന്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്, ഫിനാൻഷ്യലി കുറച്ച് വീക്ക് ആണ്, അപ്പോ ഇന്നതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ, ക്രിട്ടിക്കൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. The patient counselor is accountable for providing patients and their family with the resources and the financial and the information about support groups, financial assistance and other services that may be available to them. അവർക്ക് വേണ്ട മറ്റെന്തെങ്കിലും സർവീസുകൾ അവൈലബിൾ നമുക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുമില്ല, അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഉത്തരവാദിത്വം ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. കോർഡിനേറ്റീവ് കെയർ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഹെൽത്ത് കെയർ കറക്റ്റ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള മീനിങ് വരുന്നത്. The patient counselor is accountable for the organizing care between healthcare providers and the ensure that patients receive the essential service and treatment. ആ പേഷ്യൻസിന് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റും നമ്മൾ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. ഡെവലപ്പിംഗ് കെയർ പ്ലാനുകൾ, നമ്മൾ ഇവരെ കെയർ ചെയ്യാനായിട്ട് ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം അതിനനുസരിച്ചുള്ള പ്ലാനുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യേണ്ടതും പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണ്. The patient counselor is accountable for developing care plan for patients, which include identifying their requirements, patients എന്തൊക്കെയാണ് requirements and goals, and working with the healthcare providers to make sure that these needs are met. നമ്മുടെ പേഷ്യൻസിന്റെ പേഷ്യന്റ് കൗൺസിലറിന്റെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ത്? പേഷ്യന്റ് കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ അവരുടെ നീഡ്സും റിക്വയർമെന്റ്സും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ആരാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്? മെഡിക്കൽ സ്റ്റാഫ്. അവരോടൊപ്പം തന്നെ നമ്മൾ നിന്ന് വേണം ഈ നീഡ്സുകളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട്, മെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് മോണിറ്ററിംഗ് പ്രോഗ്രസ് പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ പ്രോഗ്രസ് അസുഖം എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? മോണിറ്റർ ചെയ്യുക, എങ്ങനെയാണ് അവരുടെ പ്രോഗ്രസ്സുകൾ, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. The patient counselor accountable for monitoring patient progress. പേഷ്യൻസിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ദർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദർ കെയർ പ്ലാൻ ആസ് നെസസറി. ഇനി എന്തെങ്കിലും കെയർ പ്ലാനിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റം വരുത്താം. ഓക്കെ, ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നമ്മൾ 7 റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ഇമോഷണൽ സപ്പോർട്ട്, പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, നമുക്ക് ഈ ഡയഗ്നോസിസിനെ കുറിച്ചും ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസിനും ഫാമിലി മെമ്പേഴ്സിനും എഡ്യൂക്കേറ്റ് ചെയ്യുക. അഡ്വക്കേറ്റ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിന് വേണ്ട ഉപദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി റിസോഴ്സ് ഫിനാൻഷ്യൽ ആവട്ടെ, എന്ത് റിസോഴ്സ് ആയാലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ട കെയർ കോർഡിനേറ്റ് ചെയ്യുക. ഈ കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ
ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് വരും. ഇനി പേഷ്യൻസിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, പ്രോഗ്രസ് എങ്ങനെയുണ്ട്, അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം patient counselors ഉണ്ട്. Overall, the role of patient counselor is extended to support and advocacy for the patients and their families. നമ്മൾ സപ്പോർട്ട് അതേപോലെ തന്നെ ഒരു അഡ്വക്കസി റോളാണ് പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് them to navigate the healthcare system and make sure that they are receive high quality care. നമ്മൾ അവരെ നല്ല രീതിയിൽ നാവിഗേറ്റ് ചെയ്യുക, അവർക്ക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇങ്ങനെ ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അതുവഴി നല്ല ഹൈ ക്വാളിറ്റി കെയർ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ പേഷ്യന്റ് കൗൺസിലർ ആണ് പേഷ്യൻസിനോട്, നമുക്കറിയാം ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന്റെയും ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. സോ അദ്ദേഹത്തിന് ഈ ഇൻഡിവിജ്വൽസിനെ ഡീൽ ചെയ്യാനായിട്ട് ഒരു എബിലിറ്റി വേണം, നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, എംപതി വേണം, ആൻഡ് എ ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചിട്ട് നല്ല രീതിയിൽ, സിസ്റ്റം അതിന്റെ സർവീസിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നെസസറി ഫോർ സക്സസ് ഇൻ ദ റോൾ. ഈ ഒരു റോളിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് കൂടി ആർക്ക് വേണം? പേഷ്യന്റ് കൗൺസിലർക്ക് വേണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എംപതി, ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേഷ്യന്റ് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ പറയാറുണ്ട് പേഷ്യന്റ് കൗൺസിലറായിട്ട് മിക്കപ്പോഴും സൈക്കോളജിസ്റ്റുകൾ അതേപോലെ MSW ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. കാരണം അവർക്ക് ആവുമ്പോൾ പേഷ്യൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കി. പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറി ഒന്ന് റീഡ് ചെയ്തേ, റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, തേർഡ് പോയിന്റ് അല്ലേ? തേർഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റിംഗ് ഫോർ ദ പേഷ്യന്റ്. പേഷ്യൻസിന് കാര്യങ്ങൾ പറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? അഡ്വക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾ ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ തന്നെ പേഷ്യൻസിനും വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക. അവർ നാവിഗേറ്റ് ചെയ്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും ആർക്കും അറിയണമെന്നില്ല. പെട്ടെന്ന് ഒരു അസുഖം വരുന്ന ഒരു വ്യക്തിക്ക് അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ അവരുടെ നീഡ്സ് എല്ലാം മെറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? നമ്മുടെ പേഷ്യന്റ് കൗൺസിലേഴ്സിനുണ്ട്. അഡ്വക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നമ്മൾ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാദിക്കുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും വരുന്നത് അല്ലെ? പേഷ്യൻസിന് വേണ്ടിയിട്ട് നാവിഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഒരു മാർഗം, നമ്മൾ ആ മാർഗം കണ്ടെത്തി കൊടുക്കുക, നാവിഗേറ്റ് ചെയ്യുക.
ലൈസൻസ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ്, ലൈസൻസ് എന്ന് വെച്ചാല് ബന്ധം, റിലേഷൻഷിപ്പ് കേട്ടോ. വായിച്ചു, എല്ലാവരും വായിച്ചു? ഓക്കെ, ക്ലിയർ ആണോ? പുതിയ വേർഡ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? കുഴപ്പമില്ല. പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ്സ് അങ്ങനെ എളുപ്പമാണ്. 5th പോയിന്റ്, കോർഡിനേറ്റിംഗ് കെയർ. നമ്മള് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു ഏകോപനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ കെയർ, കറക്റ്റ് ഹെൽത്ത് കെയർ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, അവർക്ക് എസെൻഷ്യൽ സർവീസും ട്രീറ്റ്മെന്റും പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. ഓക്കെ, ദെൻ മൂവ് ചെയ്യുന്നതാണ് ബേസിക് സ്കിൽ റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഇനി നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സുകൾ ഉണ്ട്, നിങ്ങൾ അത് പ്ലേസ് ആവാൻ പോകുന്നത് അതേപോലത്തെ ജോബ്സിലേക്ക് ആയിരിക്കും. സോ ബേസിക് ആയിട്ട് ആ കുട്ടികൾ, അതായത് ആ ഒരു ജോബിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ജോബ് പൊസിഷനിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് വേണ്ട സ്കില്ലുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ദ ഹോസ്പിറ്റൽ നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽ ടു എഫക്റ്റീവ്ലി ഡു ദെയർ റോൾസ്. അവരുടെ റോൾസ് കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ്ലി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സ്കില്ലുകൾ ആവശ്യമാണ്. സം കീ സ്കിൽ ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്. അവർക്ക് വേണ്ട കോമൺ ആയിട്ട് വേണ്ട, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കോമൺ ആയിട്ട് വേണ്ട സ്കില്ലുകളാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താണ് വേണ്ടത്? നല്ല സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമേ നമ്മൾ തമ്മിൽ എന്തുള്ളൂ? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളൂ എന്ന് പറയും. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യന്റ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. നമ്മള് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകള് പേഷ്യൻസ് ആയിട്ടും വിസിറ്റേഴ്സ് ആയിട്ടും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അവർക്ക് വേണ്ടൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. They should be able to communicate clearly and empathetically, both verbally and in writing. നമ്മൾ ചില സമയത്ത് ക്ലിയർ ആയിട്ടും എംപത്തറ്റിക്കൽ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓറൽ എന്ന് പറഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ സംസാരിക്കുന്നത്, ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെന്താണ്? റൈറ്റിംഗ് ആണ്. ഒരു മെയിൽ അയക്കുക, റൈറ്റ് ചെയ്തത് റൈറ്റിംഗ് ആണ്. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആവാം, ഓർ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആവാം. ഏതാണെന്നുള്ളത് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് ആയിട്ടും വിസിറ്റേഴ്സ് ആയിട്ടും സ്റ്റാഫ് മെമ്പേഴ്സ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. കസ്റ്റമർ സർവീസ് സ്കില്ല്. നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? നോൺ ക്ലിനിക്കൽ സ്റ്റാഫാണ് പേഷ്യൻസോ വിസിറ്റേഴ്സോ ഒക്കെ ഫസ്റ്റ് വന്ന് എൻക്വയറി ചെയ്യുന്ന എവിടെയാണ്? റിസപ്ഷനിലാണ്. സോ ക്ലിനിക്കൽ സ്റ്റാഫിനെ എല്ലാവരും ആദ്യം കാണുന്നത്. ആരെ കാണുന്നത്? നമ്മളെയാണ് കാണുന്നത്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനെയാണ്. സോ നമ്മളുടെ എടുക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. നമ്മൾ അവർ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം. നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. അതേപോലെ നമുക്ക് പെട്ടെന്ന് ടെമ്പർ വരാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ നമുക്ക് എത്ര ദേഷ്യം വന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ക്ഷമയോടുകൂടി, അത്രയും പേഷ്യൻസോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരെ ഡീൽ ചെയ്യാനായിട്ട്. പേഷ്യൻസ് അതെ, വിസിറ്റേഴ്സ് അതെ, അവരും ഭയങ്കര ചിലപ്പോൾ ടെമ്പർ കൂടിയ ആൾക്കാരായിരിക്കും, ദേഷ്യപ്പെടുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും കാമായിട്ട് നല്ല രീതിയിൽ വേണം അവരെ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാനായിട്ട്? ഡീൽ ചെയ്യാനായിട്ട്. നമുക്ക് വിഷമം വരും, സങ്കടം വരും, പക്ഷെ എന്നാലും അവർ പോസിറ്റീവ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നോക്കാം, കസ്റ്റമർ സർവീസ് സ്കിൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ട സ്കില്ലുകളാണ് ഈ പറയുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often act as the first point of contact for patient and visitors. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ അടുത്താണ് പേഷ്യൻസും വിസിറ്റേഴ്സും ആദ്യം വരുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആരാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ്. They should remain excellent customer service skill. അപ്പൊ അവർക്ക് റിസപ്ഷനിസ്റ്റിന് അത്യാവശ്യം എക്സലന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് സ്കിൽ വേണം.
which include the ability to calm and compose in difficult situation, handle enquiries and complaints. ഇനിയിപ്പോ നമ്മൾക്ക് അവരുടെ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അവരെ എൻക്വയറീസും കംപ്ലൈൻറ്റ്സും എന്തെങ്കിലും നമ്മളോട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് റിട്ടേൺ കംപ്ലൈന്റ് തന്നെ വേണം എന്നൊന്നും പറയണ്ട. നമ്മൾ കേൾക്കാം, ഞങ്ങൾ എന്താ കംപ്ലൈന്റ് ഉള്ളത് പരിഹരിക്കാം എന്ന് പറയണം. ടു പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. നല്ല പോസിറ്റീവും നല്ലൊരു വെൽക്കമിങ് എൻവയോൺമെന്റ് ആണ് നമ്മൾ പേഷ്യൻസിന്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഷ്യൻസ് ആണ്. അവർക്ക് നല്ലൊരു വെൽക്കമിങ്ങും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ സ്കിൽ. ഹോസ്പിറ്റൽ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്കറിയാം ഭയങ്കരമായിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് ഹോസ്പിറ്റൽ. ഫാസ്റ്റ് പ്ലേസ് വെച്ചാൽ ഭയങ്കര സ്പീഡി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെ ഒരുപാട് ടാസ്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ ടു മാനേജ് ദ വർക്ക് ലോഡ്. നിങ്ങളുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റുന്നവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. Non-clinical staff should have the strong organizational skill and to manage their workload. അവരുടെ വർക്ക്ലോഡ് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ പറയുന്നത് പ്രയോറൈസ് ദ ടാസ്ക്. നമുക്കറിയാം പ്രയോറൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകൾ എമർജൻസി കേസുകൾ വരും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മള് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർ ടാസ്ക് അനുസരിച്ച് പ്രയോറൈസ് ചെയ്യാനായിട്ട് പറ്റണം. മീറ്റ്സ് ഡെഡ് ലൈൻസ്. ചിലപ്പോൾ ഇത്രയും ചില കാര്യങ്ങളിൽ ലിമിറ്റ് വരണം. ആ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ ആർ ഫാസ്റ്റ് പ്ലേസ്ഡ് എൻവയോൺമെന്റ് എന്നാണ്, പ്ലേസ്ഡ് എന്നാണ്. ഞാനത് വായിച്ചപ്പോൾ പ്ലേസ്ഡ് തന്നെ വായിച്ചത്, പക്ഷെ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് പിന്നെയാണ് മനസ്സിലായത്. താങ്ക് യു പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, എൻവയോൺമെന്റ് ആണ്. അവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ടാസ്കുകളും നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസേഷണൽ സ്കിൽ വേണം. നല്ല രീതിയിൽ നമ്മുടെ വർക്ക് ലോഡുകൾ ചെയ്യാനും അതേപോലെ തന്നെ ടാസ്കുകൾ പ്രയോറൈസ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഡെഡ് ലൈൻസ് അതിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ? അപ്പോ മെഡിക്കൽ റെക്കോർഡ് എത്ര നാൾ വരെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കാം, എത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് പഠിച്ചു. എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം മെഡിക്കൽ റെക്കോർഡ്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം? മെസ്സേജ് അയച്ചാലും മതി. വിത്തിൻ 30 days. ഓക്കെ, 31 ആണ് 30 ആണ് 1 month. 30 ഡേയ്സിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രയോറൈസ് ചെയ്യണം. അതേപോലെ ഡെഡ് ലൈൻസ് മെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ ഒരു പറഞ്ഞ ടൈം ലിമിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ടെക്നോളജി സ്കില്ല് വേണം. നമുക്ക് അറിയാം ഇന്ന് കമ്പ്യൂട്ടർ ആണ് എല്ലായിടത്തും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ്? കമ്പ്യൂട്ടർ ആണ്. സോ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറിലുണ്ട്. അതിനുവേണ്ടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഡീൽ ചെയ്തില്ലേ നിങ്ങൾ? സിമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് എക്സൽ, പവർ പോയിന്റ് ആൻഡ് വേർഡിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ടെക്നോളജിക്കൽ സ്കില്ല് ആർക്ക് വേണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണം. ദ പ്രൊഫഷൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻസി അവർക്ക് വേണം. ഹെൽത്ത് കെയർ റെക്കോർഡ് സിസ്റ്റം. നമ്മുടെ ഹെൽത്ത് കെയർ റെക്കോർഡ് സിസ്റ്റം ഇലക്ട്രോണിക് ആണല്ലോ. ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ റെക്കോർഡ് സിസ്റ്റം ആണ്. നമുക്കറിയാം ഇന്ന് ഫുൾ റെക്കോർഡുകളും കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക്കിലാണ്. ആ കാര്യങ്ങളെ ഡീറ്റെയിൽസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ ടെക്നോളജി ഈസ് വൈറ്റൽ ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് വൈറ്റൽ ആയിട്ടുള്ള റോളാണ്. ടെക്നോളജിക്കൽ സ്കില്ല് വേണം. അവർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് വേണം. ഇലക്ട്രോണിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്കില്ല് വേണം.
They should be comfortable with the technology and willing to learn new system as required. നമ്മളുടെ ടെക്നോളജി ആയിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ ലേൺ ചെയ്യാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വില്ലിംഗ് ആയിരിക്കണം, സമ്മതം ഉണ്ടാവണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവർക്ക് താല്പര്യം. ഓക്കെ, ടെക്നോളജിക്കൽ സ്കിൽ പറഞ്ഞത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കമ്പ്യൂട്ടർ നോളജ് വേണം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും, എന്നാലും നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ആണ് എന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബാണ് പറയുന്നത്, സ്കില്ലാണ് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ആർക്ക് ഉത്തരവാദിത്തമാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ഉത്തരവാദിത്തമാണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് may face various challenges and problems while executing their duties. അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചലഞ്ചസും ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം, ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ട്. The ability to think critically and evaluate the situation and find adequate solution is valuable in ensuring smooth operations and addressing issue promptly. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്താണ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിന് വേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനും നമ്മുടെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് പോകാനും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ്. പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരായിരിക്കും ഫ്രണ്ടിൽ നിന്ന് ഫേസ് ചെയ്യാനായിട്ട് പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. സോ അതേപോലെ തന്നെയാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് അവിടെ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. നമ്മള് 5 സ്കിൽസ് ആണ് പഠിച്ചത് അല്ലെ? എന്തൊക്കെയായിരുന്നു? അവർക്ക് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം, നല്ല ഓർഗനൈസേഷൻ സ്കില്ല് വേണം, ഓർഗനൈസേഷന്റെ വർക്ക് ലോഡുകളും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി ഒക്കെ നോക്കി അത് പ്രയോറൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ടെക്നോളജിനെ കുറിച്ച് നല്ല വെൽ നോളജ് വേണം. പ്രോബ്ലം സോൾവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള സ്കില്ലും കൂടി ആർക്ക് വേണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണം. ഓക്കെ, ഈ 5 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഇനി അടുത്ത സ്കില്ലുകളാണ് പറയുന്നത് കോൺഫിഡൻസി ആൻഡ് എത്തിക്സ്. നമുക്കറിയാം പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ടോ? എന്നാലും അറിയാം മെഡിക്കൽ റെക്കോർഡുകളെല്ലാം നല്ല രീതിയിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്.
ലീക്ക് ആവാനൊന്നും പാടില്ല. കാരണം പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനാണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often have the entry to sensitive patient information. It is necessary for them to understand and stick to confidentiality and ethical standard, keeping the patient privacy and protecting confidential data. The confidentiality maintain ചെയ്യാൻ ശ്രമിക്കണം. പേഷ്യൻസിന്റെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് തന്നെ മറ്റാരും ഡിസ്ക്ലോസ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഓർഗനൈസേഷണൽ ഇൻഫർമേഷൻസ് ഫുള്ളും എന്ത് ചെയ്യണം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതായിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരാൾ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു സ്മൂത്ത് റണ്ണിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. ഹോസ്പിറ്റൽ ആർ ഇന്റർ ഡിസിപ്ലിനറി സെറ്റിംഗ്സ്. നല്ല ഡിസിപ്ലിനറി ഉള്ളിൽ തന്നെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും അവരവരുടെ വർക്കാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. എന്നാൽ നല്ലൊരു ഇന്റർ ഡിസിപ്ലിനറി സെറ്റിംഗ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് കൊളാബറേറ്റിംഗ് among various department and staff members. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും സ്റ്റാഫ് മെമ്പേഴ്സിനെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു എന്ത് ചെയ്യാം? കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള സെറ്റിംഗ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഏബിൾ ടു വർക്ക് in an effective manner as a part of a team. നമ്മൾ ക്ലിനിക്കൽ സ്റ്റാഫ് അല്ല എന്ന് പറഞ്ഞ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വേണം നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ചെയ്യാനായിട്ട്. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീഗ്സ് ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ കൊളീഗ്സ് ഉണ്ടാവുമല്ലോ, കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. അതുവഴി നമുക്കൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ടീം വർക്കും കൊളാബറേഷനുമാണ് പറയുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയാണ്, ഒരു ടീമാണ്. അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നല്ലൊരു സർവീസ് അവിടെ നമുക്ക് കിട്ടുന്നത്. സോ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് തന്നെ വേണം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളും വർക്ക് ചെയ്യാനായിട്ട്. അഡാപ്റ്റിവിറ്റി. നമുക്കറിയാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഒത്തിരി മാറ്റങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഡേ ടു ഡേ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഈ മാറ്റങ്ങൾക്ക് അനുസരിച്ച് മാറാനായിട്ട് നമ്മൾ പ്രാപ്തരായിരിക്കണം. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ് കണ്ടിന്യൂസ്ലി ഇൻവോൾവിംഗ് ആൻഡ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി adjustable to changes in the procedure, policy and technology. പുതിയ പോളിസീസിലും പ്രൊസീജിയേഴ്സിലും ടെക്നോളജിയിലും മാറ്റങ്ങൾ വരാണെങ്കിൽ അതിനനുസരിച്ച് മാറാനായിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ തയ്യാറായിരിക്കണം. They should be open to learn new skill. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവർ ഓപ്പൺ ആയിരിക്കണം. പുതിയ അറിവുകൾ കിട്ടാനായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായിരിക്കണം. ആൻഡ് അപ്രോച്ച് ടു റിമൈനിങ് അപ്ഡേറ്റ്സ് ഇൻ ദർ റോൾ. നമ്മുടെ റോളിൽ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യില്ലേ? ഇന്ന വേർഷൻ നെക്സ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽസിന്റെ കാര്യം. നമ്മുടെ നോളജും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി എംപതി ആൻഡ് കമ്പാഷൻ ആണ്. നമുക്കറിയാം പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്ട്ലി നമ്മൾ പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നമ്മൾ ഡയറക്ട്ലി പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ചലഞ്ചിങ്ങും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. സോ നമ്മൾ അവരെ നല്ല രീതിയിൽ ഒരു എംപത്തറ്റിക് മൈൻഡോട് കൂടി, നല്ല കമ്പാഷനോട് കൂടി, നല്ല സ്നേഹത്തോട് കൂടി നമ്മൾ അവരെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. ഓൾസോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ നോട്ട് ഗീവ് ഡയറക്റ്റ് മെഡിക്കൽ കെയർ. നമ്മൾ ഡയറക്റ്റ് മെഡിക്കൽ കെയർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ they often interact with the patient may be in difficulty or facing challenging situation. നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നപ്പോഴാണ് അവര് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ, അവർ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നത്. സോ ഡിമോൺസ്ട്രേറ്റിംഗ് എംപതി, നമ്മൾ അവരോട് ഒരു എംപത്തറ്റിക് മൈൻഡോട്, സോ സഹാനുഭൂതിയോടുകൂടി, സിമ്പതിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? അവരെ ട്രീറ്റ് ചെയ്യാം. ആൻഡ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ദ പേഷ്യന്റ് റിക്വയർമെന്റ്സ്. നമ്മൾ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഇമോഷൻ is necessary for providing a supportive
എൻവയോൺമെന്റ്, നല്ലൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി അവരോട് എംപത്തറ്റിക് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി കൾച്ചറൽ കോമ്പിറ്റൻസ് ആണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഡിസർവ് പേഷ്യന്റ് പോപ്പുലേഷൻ വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ പല ടൈപ്പ്, പല പേഷ്യൻസ് പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസ്റ്റ് കൾച്ചറൽ കോമ്പിറ്റൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വേരിയസ് കൾച്ചർ ആൻഡ് പ്രാക്ടീസ്. ഓരോരുത്തരുടെയും കൾച്ചർ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിലീജിയൻസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ വ്യത്യാസം. സോ നമ്മൾ അത് എന്താണ്, അവരുടെ കൾച്ചറൽ കോമ്പിറ്റൻസി എന്താണ് അത് മനസ്സിലാക്കുക, അവരുടെ കൾച്ചറൽ പ്രാക്ടീസിനെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ബിലീഫ്സുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ആൻഡ് വാല്യൂ ടു ഗീവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റർഡ് കെയർ. പേഷ്യന്റ് സെന്റർഡ് കെയർ കൊടുക്കാനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. കാരണം പല ഇൻഡിവിജ്വൽസിന്, പല ടൈപ്പ് കൾച്ചറിൽ നിന്ന് വരുന്ന, പല റിലീജിയൻസ് ഗ്രൂപ്പിൽ പെടുന്ന ഇൻഡിവിജ്വൽസിനാണ് അവരുടെ എല്ലാവരുടെയും കൾച്ചർ, അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും ബിലീഫ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൾച്ചറൽ കോമ്പിറ്റൻസിൽ വരുന്നത് എന്ന് വെച്ചാല് ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ഫോളോ ചെയ്ത എല്ലാ കാര്യத்தைയും കളിയാക്കാനോ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ, കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ്. ഓക്കെ, there are just some of the skills that non-clinical staff in hospital should post to contribute efficient functioning of healthcare facilities. ഇങ്ങനെ നല്ല രീതിയിൽ ഈ സ്കിൽസുകളൊക്കെ പെർഫോം ചെയ്താൽ മാത്രമാണ് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് പ്രൊവൈഡ് എക്സലന്റ് സപ്പോർട്ട് ദ പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നല്ലൊരു എക്സലന്റ് സപ്പോർട്ടും നമ്മുടെ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കും അതേപോലെ തന്നെ പേഷ്യൻസിനും നല്ലൊരു എക്സലന്റ് സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽ സ്റ്റാഫ് അറിയാലോ, ഇപ്പൊ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് ആയിരിക്കും. അതേപോലെ നമ്മുടെ പേഷ്യൻസിനെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആര്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലാണ് അവർക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. സോ നമ്മളും അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളും ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, ദെൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, പിന്നെ മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോബ് സമ്മറി പറഞ്ഞു, ദെൻ പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറി പറഞ്ഞു. അറ്റ് ലാസ്റ്റ് നമ്മൾ ബേസിക് സ്കിൽ റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓർ നോൺ ക്ലിനിക്കൽ ജോബ്സിന് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ആണ് ലാസ്റ്റ് 10 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ലാസ്റ്റ് പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
നമുക്ക് ചേഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു ചേഞ്ചസിനോടൊപ്പം അഡ്ജസ്റ്റബിൾ ആവണം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഇവിടെ വരുന്ന മാറ്റങ്ങളോടൊപ്പം നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, അഡാപ്റ്റ് ചെയ്യണം, നമ്മൾ അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റണം. ചിലപ്പോൾ പുതിയ പ്രൊസീജിയേഴ്സ് ആയിരിക്കും, പുതിയ പോളിസീസ് ആയിരിക്കും, ചിലപ്പോൾ പുതിയ ടെക്നോളജി, മേ ബി സോഫ്റ്റ്വെയർ ആയിരിക്കും, ഇതേപോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, അത് പഠിക്കാനും അത് ചേഞ്ചസിനനുസരിച്ച് നമ്മൾ മാറാനായിട്ട് നമ്മൾ ആക്റ്റബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. പിന്നെ പുതിയ സ്കില്ലുകൾ ലേൺ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം, അപ്ഡേറ്റഡ് ആവാനായിട്ട്, നമ്മുടെ റോളിൽ അപ്ഡേറ്റഡ് ആവാനായിട്ട്. ഇപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ പുതിയതായിട്ട് സോഫ്റ്റ്വെയർ വരാണെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ആവാറില്ല. അതേപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ അക്യൂർ ചെയ്യാനായിട്ട് പറ്റണം. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ. ചില ഓർഗനൈസേഷൻ ഇവിടെ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന്റെ അകത്ത് നമ്മൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്റർ ഡിസിപ്ലിനറി. നമ്മള് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഡിസിപ്ലിൻ ആയിട്ടായിരിക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതല്ലോ. അപ്പൊ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി സെറ്റിംഗ് അപ്പ് ആണ് പറയുന്നത്, ഹോസ്പിറ്റലിന്റെ അകത്ത് ഉള്ള ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, റീഡ് ചെയ്തു എല്ലാവരും? മോക്ക് ടെസ്റ്റ് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. താങ്ക് യു ഓൾ.